ചികിത്സയുടേതായ രീതിയിലുള്ള സൈഡ് എഫക്റ്റ്, ഇപ്പോൾ മറ്റ് പല ചികിത്സകളും ചെയ്ത റേഡിയേഷൻ കീമോതെറാപ്പി ചെയ്തതിനു ശേഷമുള്ള സൈഡ് എഫക്റ്റ്, അതുപോലെ തന്നെ പെയിൻ, അതുപോലെ തന്നെ ബ്ലീഡിങ്, ഭക്ഷണം ശരിയായ രീതിയിൽ ചെല്ലില്ല, കാരണം ഛർദി, മറ്റു പല പ്രശ്നങ്ങൾ, ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന മറ്റു പല പ്രശ്നങ്ങളെ കൊണ്ട് പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ നരകിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ വളരെ അധികം സാന്ത്വനമായിക്കൊണ്ട് തന്നെ, അതായത് ഇവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചികിത്സ ഹോമിയോപ്പതിയുടെ ചികിത്സയിലൂടെ നമുക്ക് നടത്താൻ കഴിയും. പ്രധാനമായിട്ടും നമുക്ക് അവരുടെ ടെൻഷൻ കുറയ്ക്കുക. കാരണം ഈ രോഗികൾ പലപ്പോഴും ഈ മരണഭീതിയെ, കാരണം മറ്റു പല ഫ്രണ്ട്സ് അതുപോലെ തന്നെ റിലേറ്റീവ്സ് ഒക്കെ വന്ന് ഈ രോഗത്തിനെ കൂടുതൽ ഘോഷിച്ച്, അപ്പോൾ ഈ പിന്നെ മറ്റു പല മാസികകളിലൊക്കെ വന്ന്, കാരണം ഈ രോഗത്തിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും, ഞാൻ ഇനി ഇങ്ങനൊരു സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊന്നും ഉണ്ടാവാതെ ഇവരെ മാനസികമായിട്ടും നല്ല രീതിയിൽ ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ചികിത്സയ്ക്ക് കുറച്ചും കൂടെ ഗുണം കിട്ടാറുണ്ട്. അപ്പോൾ സാന്ത്വന ചികിത്സാ രംഗത്ത് നമുക്ക് ഹോമിയോപ്പതിയിൽ ഞാൻ ഒരുപാട് കേസുകൾ നമുക്കങ്ങനെ കൈകാര്യം ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിരുപദ്രവകാരികളായിട്ടുള്ള ട്യൂമേഴ്സ് അത് എടുത്തു കളയുന്നത് കൊണ്ട് എന്താണ് അതിന്റെ ഒരു ക്യാൻസർ, അതായത് ക്യാൻസർ, അതുപോലെ ബിനൈൻ ട്യൂമർ, മാലിഗ്നന്റ് ട്യൂമർ. ബിനൈൻ ട്യൂമേഴ്സ് ആയിട്ടുള്ള പല കേസുകളിലും ഇപ്പോൾ ഫൈബ്രോയിഡ്, അതുപോലെ തന്നെ മെനിഞ്ചിയോമ, പിന്നെ ഫൈബ്രോയിഡിനോമ ഓഫ് ബ്രസ്റ്റ്, ഇത്തരത്തിലുള്ളതൊക്കെ നമുക്ക് സർജറി ഇൻഡിക്കേറ്റഡ് അല്ലാത്ത, സർജറി വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്ന പല കേസുകളും നമുക്ക് മരുന്ന് കൊണ്ട് തന്നെ അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് അത് പോകുന്നത്. ക്യാൻസർ വരുന്ന ഒരു സാഹചര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയാണ്. ജോലി ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല, പക്ഷേ തൊഴിൽ അന്തരീക്ഷത്തിൽ നിന്നും മാരകമായ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ പടരാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഡോക്ടർ അതിനെ ഒന്ന് വിശദീകരിക്കാമോ? തൊഴിൽജന്യ രോഗങ്ങളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള തന്നെയാണ് തൊഴിൽജന്യമായിട്ടുള്ള ക്യാൻസറുകൾ. തൊഴിൽജന്യ രോഗങ്ങൾ പലതും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കോറി വർക്കേഴ്സ്, അതുപോലെ തന്നെ അതിൽ സിലിക്കോസിസ് മുഖാന്തരം ലങ് ക്യാൻസറുകൾ ഉണ്ടാകുന്നതിന്, അതുപോലെ തന്നെ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന, അപ്പോൾ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്, അതുപോലെ തന്നെ ഈ ഫാക്ടറിയിൽ നിന്ന വാതകങ്ങൾ, നിക്കൽ, ഇത്തരത്തിലുള്ള കെമിക്കലുമായിട്ടുള്ള സമ്പർക്കം കൊണ്ടും അത് ശ്വാസനാളത്തിലേക്ക് എടുക്കുന്നത് കൊണ്ട് ലങ് ക്യാൻസറുകൾ കൂടുതലായിട്ട് കാണാനുണ്ട്. അതുപോലെ തന്നെ സ്കിൻ കംപ്ലയിൻസ്, കാരണം ഈ ഭയങ്കര ചൂടുള്ള ഫാക്ടറികളൊക്കെ ഈ അൾട്രാവയലറ്റ് റേഡിയേഷനിൽ കൂടുതൽ ഉത്തേജനമാവും, സ്കിൻ ക്യാൻസറിന് അത് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ചില ബ്ലഡ് ക്യാൻസറുകൾക്കും ഈ തൊഴിലുമായി ബന്ധപ്പെട്ട പല ഫാക്ടറികളും വർക്ക് ചെയ്യുന്നവർക്ക് കണ്ടുവരുന്നുണ്ട്. തൊഴിലുമായിട്ട് ഇത്രയാണ്. പിന്നെ അതുപോലെ തന്നെ മൂത്രസഞ്ചിയിലുണ്ടാകുന്ന ക്യാൻസറുകൾ, അത് ഈ മൈൻ ഫാക്ടറി എന്ന് പറയും, അതായത് കൽക്കരി ഖനികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഈ മൂത്രസഞ്ചിയിലുള്ള ക്യാൻസറുകൾ, പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾക്ക് കൂടുതൽ സാധ്യത കാണാനുണ്ട്. ഡോക്ടർ, ഒരു പേഷ്യന്റ് അദ്ദേഹം ഗർഭിണിയാണ്, അവർ ഗർഭിണിയാണ്, അപ്പൊ പ്രസവത്തിന് ശേഷം കുഞ്ഞിലേക്ക് അത് പടരാനൊരു സാധ്യതയുണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നുള്ളത് നമുക്ക് അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇനി ചോദിക്കാനുള്ളത്, ഏറ്റവും പ്രധാനം ആരോഗ്യപൂർണമായ ഒരു ശരീരമാണ്. എല്ലാ അസുഖങ്ങളെയും ചെറുത്ത് നിർത്താൻ ഒരു പരിധിവരെ സഹായിക്കുന്നത് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരമാണ്. അപ്പൊ ക്യാൻസർ പേഷ്യന്റ് എപ്പോഴും സന്തോഷിച്ചിരിക്കണം നമ്മൾ പറയുമെങ്കിലും അവരുടെ മാനസിക നില വളരെയധികം വിഷമത്തിലായിരിക്കും. എങ്കിലും അവർ അവലംബിക്കേണ്ട ഫുഡ് ഐറ്റംസ്, കഴിക്കേണ്ട ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ്? ഏറ്റവും ആദ്യം ഡയറ്റ് ആൻഡ് റെജിമൻ, അത് നമ്മൾ കാര്യമായിട്ട് നോക്കണം. കാരണം ഞാൻ നേരത്തെ ഈ ചർച്ചയിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ചു, ഇറ്റ്സ് എ ഹെറിഡിറ്ററി ടെൻഡൻസി. പിന്നെ നമ്മൾ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങളാണ് ക്യാൻസറിലേക്ക് വഴിമാറുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? നമ്മുടെ ശരീരത്തിന് നമുക്ക് ഇപ്പോൾ ടൊബാക്കോ, അതുപോലെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇപ്പോൾ ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് ആൽക്കഹോൾ പരിപൂർണമായിട്ട് നമ്മൾ വർജിക്കണം. പിന്നെ കൃത്യമായിട്ടുള്ള ആഹാരശീലം, ഇപ്പം ഈ പറഞ്ഞ ചായയിലും കാപ്പിയിലും ചൂടോടെ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഒരു മിതമായിട്ടുള്ള ചൂടോടെ നമ്മൾ മെല്ലെ മെല്ലെ സിപ്പ് ചെയ്തെടുക്കുക. കാരണം ഈ ഓറൽ ക്യാൻസറുകൾക്ക് ഏറ്റവും കൂടുതൽ കാരണം ഈ മദ്യപാനം, അതുപോലെ ചൂടുള്ള ആഹാരങ്ങൾ. ഇപ്പോൾ ഈ മദ്യപാനികൾ കൂടുതലും തന്നെ അങ്ങനെയാണ് ചെയ്യുന്നത്, വളരെ എരിവുള്ള വസ്തുക്കൾ കൂടെ കഴിക്കും, അപ്പോൾ തന്നെ ഈ മദ്യം അകത്താക്കുകയും ചെയ്യും. അപ്പോൾ ഈ അന്നനാള ക്യാൻസറുകൾക്കും ആമാശയ ക്യാൻസറുകൾ, വായിലെ ക്യാൻസറുകൾക്ക് ഇത് കൂടുതൽ കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ ആഹാരശീലം, നമ്മൾ അതായത് ഭക്ഷണം മിതമായിട്ട് കഴിക്കുന്നു, അതുപോലെ തന്നെ കൂടുതൽ നാര് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ നമുക്ക് നല്ലത്. കാരണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ട് എണ്ണമയമുള്ള ഭക്ഷണങ്ങൾ വർജിക്കുക. അപ്പോൾ ഒരു ചിട്ടയോട് കൂടിയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസറിനെ ഉത്തേജിപ്പിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും കൂടെ വേണം. കാരണം നമുക്കിപ്പോൾ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പരിപൂർണമായിട്ട് ഒന്ന് വിട്ടുനിൽക്കലൊക്കെ അസാധ്യമാണ്. എങ്കിൽ പോലും നമ്മൾ അതിനുള്ളൊരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ളൊരു പ്രിക്കോഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ
കുറച്ചൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും, ഭക്ഷണശീലങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിത ചിട്ടകളെ കൊണ്ടും തന്നെ. ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോമിയോപ്പതിക് അപ്രോച്ച് എങ്ങനെയാണ് ഈ ഒരു രോഗത്തിലേക്ക്? ഹോമിയോപ്പതി സംബന്ധിച്ചിടത്തോളം ക്യാൻസർ ഒരു എന്താ പറയുക സൈക്കോട്ടിക് ആയിട്ടാണ്. കാരണം വളർച്ച എന്ന് പറയുന്ന ഒരു പ്രകൃതിയാണ്. കാരണം നമുക്ക് ഞങ്ങൾ സോറാസിഫിലിറ്റിക്കും സൈക്കോട്ടിക്കും എന്ന 3 കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. അല്ല, ഇതിന് വളർച്ച, നമ്മുടെ ശരീരത്തിൽ കൂടുതൽ സെല്ലുകൾ വളരുന്ന ഒരു അവസ്ഥ. ഈ ആന്റി സൈക്കോട്ടിക് ആയിട്ടുള്ള ഡ്രഗ്സുകളാണ് നമ്മൾ കൂടുതലായിട്ടും ഹോമിയോപ്പതി സംബന്ധിച്ചോളം പറയുക. പിന്നെ മാത്രമല്ല ഈ വ്യക്തിയുടെ പ്രധാന സവിശേഷതകൾ എന്താ, കാരണം ക്യാൻസർ എന്നുള്ള അസുഖം ഉള്ള വ്യക്തിയാണ് കൂടുതൽ നമ്മൾ, കാരണം അദ്ദേഹത്തിന്റെ മനോശാരീരിക ലെവല് നമ്മൾ മൊത്തം അപഗ്രഥിച്ച് ഇതിന്റെ ക്യാൻസറിന്റെ ലീഷൻ എത്രത്തോളം ഡെപ്തിൽ പോയിട്ടുണ്ട്, മാത്രമല്ല അടുത്ത ദിക്കിലേക്ക് ഇത് പകരാനുള്ള സാധ്യത എന്തൊക്കെയാണ്, മാത്രമല്ല ഇനി നമുക്ക് എന്താണ് ഇപ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടത്. കാരണം പേഷ്യന്റിന് പെട്ടെന്ന് റിലീഫ് കൊടുക്കേണ്ട പല കണ്ടീഷനും ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ പല രീതിയിലും നമുക്ക് ഈ പേഷ്യന്റിനെ സമീപിക്കേണ്ടി വരും. കാരണം ആദ്യം നമ്മൾ തുടക്കത്തിൽ പേഷ്യന്റ് സിവിയർ വോമിറ്റിംഗ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് വോമിറ്റിംഗ് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകി ഈ ഔഷധങ്ങളും ഒപ്പം തന്നെ ഭക്ഷണവും ഇദ്ദേഹത്തിന് കിട്ടണം. കാരണം ഇപ്പോൾ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആമാശയ സംബന്ധമായിട്ടുള്ള എല്ലാ ക്യാൻസറുകൾക്കും ആദ്യം തന്നെ വോമിറ്റിങ്ങും സിവിയർ ആയിട്ടുള്ള പെയിനുമാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ പാൻക്രിയാറ്റിക് ക്യാൻസറുകൾക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് വോമിറ്റിംഗ് നിർത്തണം. അപ്പോൾ ആ വോമിറ്റിംഗ് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ ഔഷധങ്ങൾ നൽകി ശരിയായ രീതിയിൽ ഭക്ഷണവും അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഡയറ്റുകളൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള ആദ്യത്തെ ഒരു ചികിത്സയ്ക്ക് ശേഷം ഇദ്ദേഹത്തിൻ്റെ മൊത്തമുള്ള ശരീരപ്രകൃതിയും കോൺസ്റ്റിറ്റ്യൂഷനും നോക്കി ഞങ്ങൾ ചികിത്സിക്കും. അപ്പോൾ നമുക്കൊരു പരിപൂർണമായിട്ടുള്ളൊരു വിമുക്തിയിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ നമുക്ക് നൽകാനാവും. അതുപോലെ തന്നെ നമ്മൾ റേഡിയോ തെറാപ്പി ആൻഡ് കീമോതെറാപ്പി ഒക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ നള്ളിറ്റി ഓഫ് ഇഫക്റ്റ്, ബാഡ് ഇഫക്റ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ റേഡിയോ തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ദേഹം കരുവാളിക്കൽ, അപ്പോൾ കുറച്ച് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റുകളൂടെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ കീമോതെറാപ്പി അവിടെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ക്ലിനിക്കുകളിൽ വന്ന മെഡിസിൻ, കാരണം മുടി കൊഴിച്ചിലുണ്ട്, അതുപോലെ തന്നെ ദേഹം കരുവാളിക്കുന്നുണ്ട്, മറ്റു പല അസ്വസ്ഥതകളുണ്ട്, അതുപോലെ മോർഫിൻ ഇൻഡ്യൂസ്ഡ് കോൺസ്റ്റിപ്പേഷൻ, മോർഫിൻ കൊടുക്കുമ്പോൾ അതായത് അവർ വേദന സംഹാരിയായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, മലബന്ധം. അപ്പോൾ ആ സമയത്ത് നമ്മൾ മോർഫിൻ ഇവിടെ വന്നിട്ട് നമ്മുടെ അടുത്ത് മെഡിസിൻ മേടിക്കും. അപ്പോൾ ഹോമിയോപ്പതി അപ്രോച്ചിൽ മറ്റ് ചികിത്സാശാസ്ത്രങ്ങളുടെ കൂടെ തന്നെ നമ്മൾ ഔഷധങ്ങൾ കൊടുക്കുന്നുണ്ട്. മറ്റ് ചികിത്സാശാസ്ത്രങ്ങളുടെ അല്ലെങ്കിൽ ചികിത്സ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ തുടർച്ചയായിട്ട് 1-2 വർഷത്തോളം പൂർണ്ണമായിട്ട് നമ്മൾ ഈ അസുഖം ഭേദപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സയും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും എപ്പോഴും പറയുന്നത് പോലെ ലോക സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷെ പല ആളുകളും പലതരത്തിൽപ്പെട്ട വേദനകൾ കൊണ്ടും വിഷമങ്ങൾ കൊണ്ടും ജീവിക്കുന്നവരാണ് സമൂഹത്തിലേറെ. ഡോക്ടറുടെ ഒരു വിഷൻ എന്താണ് ഇത്രയും 20 വർഷത്തെ ജനസേവനത്തിലൂടെ? അങ്ങനെ തന്നെ വേണം നമുക്ക് ആ ഒരു വേർഡിനെ പറയാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം അത്രയും മാരകമായ ഒരു അസുഖമായിട്ടാണ് നമ്മൾ എത്ര പറഞ്ഞു മനസ്സിലാക്കിയാലും പൊതുജനങ്ങളിലുള്ള ഒരു അപ്രോച്ച് അങ്ങനെയാണ്. അപ്പോൾ 20 വർഷത്തെ ഈ ഒരു സേവനത്തിനുള്ളിൽ ഡോക്ടറുടെ ഒരു വിഷൻ എന്താണ്? കാരണം എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളും ഇതിനെക്കുറിച്ചുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലാണ് ഇപ്പോഴും. കാരണം ഇതിൻ്റെ ഒരു എൻഡ് എത്തിയിട്ടില്ല. ഇപ്പോഴും ക്യാൻസറിൻ്റെതായുള്ള ജനിതക രഹസ്യം തേടിക്കൊണ്ട് ഓരോ ക്യാൻസറിനും പ്രത്യേക ജനറ്റിക് ഡിസോർഡർ എന്താണെന്ന് തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് വൈദ്യശാസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രമൊക്കെ നമുക്ക് അതിൻ്റെ പുറകെയാണ് നൽകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പരിമിതികൾ വെച്ചുകൊണ്ട് നമ്മൾ എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളും ഈ ഒരു ലോകത്ത് വന്നിട്ടുള്ള ഈ മഹാവിപത്തിനെതിരെ കൈകോർത്തുകൊണ്ട്, കാരണം അതിന് വൈദ്യശാസ്ത്ര ശാഖകളെല്ലാം തന്നെ കാരണം അവരവരുടേതായ പരിമിതികൾ, പാർശ്വഫലങ്ങൾ, അതുപോലെ തന്നെ ഒരു പരസ്പരമുള്ള ഒരു റെഫറൽ സമ്പ്രദായം. കാരണം ഒരു ചികിത്സാശാസ്ത്രത്തിന് സാധിക്കാത്ത മറ്റ് ചികിത്സാശാസ്ത്രത്തിന് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പരസ്പരം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനം, അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിൽ ഈ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ വളരെയധികം നല്ല രീതിയിലുള്ള ഒരു പരിസ്ഥിതി ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി എയർ പൊല്യൂഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് നിരോധനം പോലുള്ളതൊക്കെ നമുക്ക് ഇതിൻ്റെ ഫലവർത്തമായിട്ട് നടപ്പാക്കാൻ കഴിയും. അതുപോലെ മദ്യനിരോധനം പോലുള്ള അല്ലെങ്കിൽ ടബാക്കോ നിരോധനം, ഇത്തരത്തിലുള്ള വലിയ ഒരു കൂട്ടായ്മയോടെ മാത്രമേ നമുക്ക് ഈ ക്യാൻസർ എന്നുള്ള ഈ വലിയ ഒരു വിപത്തിനെ നമ്മുടെ ഭൂമുഖത്ത് തന്നെ നമുക്ക് എടുത്തു കളയാൻ സാധിക്കുള്ളൂ എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ഈ ഒരു ശുഭാപ്തി വിശ്വാസം തീർച്ചയായും നമ്മളെല്ലാവരെയും കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് തിരക്കുള്ള വ്യക്തിയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. എങ്കിലും ഞങ്ങളുടെ ഒരു ക്ഷണം സ്വീകരിച്ച് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി എത്തി വളരെ എന്താ പറയുക സരളമായ ഭാഷയിൽ തന്നെ എല്ലാ പ്രേക്ഷകർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ നല്ല രീതിയിലായിരുന്നു ഡോക്ടർ പ്രസന്റേഷൻ. എനിവേ താങ്ക് യു ഡോക്ടർ, താങ്ക്സ് ഫോർ കമ്മിങ് ഹിയർ.
ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിനെ കുറിച്ച് ഡോക്ടർക്ക് എന്താണ് അവസാനമായി പ്രേക്ഷകരോട് പറയാനുള്ളത്? ലൈഫ് ലൈൻ എന്ന ഈ ഒരു പരിപാടി വളരെ ജനോപകാരപ്രദമായിട്ടുള്ള കാരണം ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള TCVയുടെ ഈ പ്രവർത്തനം വളരെയധികം പ്രശംസനീയമാണ്. ഞാൻ ഇതിലൊരു അവസരം നൽകിയതിൽ ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും ഒരേപോലെ ഒരേ ഭയത്തിൽ കാണുന്ന ഒന്നാണ് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം. കാലം മാറുന്തോറും അതിനനുസരിച്ച രൂപമാറ്റം ഈ അസുഖത്തിനും വരുന്നുണ്ട്. എങ്കിലും വൈദ്യശാസ്ത്രം എന്ന രീതിയിൽ ഒരുപാട് മാറ്റം ഉൾക്കൊണ്ട ഒരു സമൂഹത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഹോമിയോപ്പതിക് ചികിത്സാ സമ്പ്രദായത്തിലൂടെ ക്യാൻസർ എന്ന അസുഖത്തെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ ജീവിതരേഖയിലൂടെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ലൈഫ് ലൈനിന്റെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ശുഭരാത്രി. നമസ്കാരം.